ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വെയർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അര കപ്പ് പാലും അതേപോലെ മാഗിയും വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മാഗി ഉണ്ടാക്കുന്നതിനേക്കാളും ഇച്ചിരി ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു പാലും മാഗിയും വെച്ചിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു 1/4 കപ്പോളം വരുന്ന സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം വരുന്ന ക്യാരറ്റും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സവാളയുടെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വാടിക്കെട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തീ എന്ന് പറയുന്നത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സവാളയും അതേപോലെ നമ്മുടെ ക്യാരറ്റും ഒരുപാട് അങ്ങോട്ട് വെന്ത് ആ ഒരു സോഫ്റ്റ്നെസ് ആയി പോകും. നമുക്ക് ഈ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഈ ഒരു നൂഡിൽസ് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം വരുന്ന ക്യാപ്സിക്കം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണോ വെജിറ്റബിൾസ് ഉള്ളത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പക്ഷേ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും സവാളയും നമ്മുടെ ക്യാപ്സിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ഈ ഒരു വെജിറ്റബിൾസ് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് അതേ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് സാധാരണ നമ്മൾ മാഗിയൊക്കെ വേവിച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മാഗി വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ സാധാരണ മാഗി മസാല ഉണ്ടല്ലോ, ആ ഒരു പാക്കറ്റിൽ തന്നെ കിട്ടുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിച്ചിട്ട് ഈ ഒരു വെള്ളം തെളിക്കുന്ന സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം ഇതുപോലെ അങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് സാധാരണ നമ്മൾ മാഗിയൊക്കെ വേവിച്ചെടുക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ മാഗി കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മാഗി വേവിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ അങ്ങോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഈ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി നമ്മുടെ മാഗിയൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാഗിയും മറ്റൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി അതേ ഒരു സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ബട്ടർ തന്നെ എടുക്കുക, ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ബട്ടർ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതപ്പോൾ കറക്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ചൂടാവുന്ന സമയത്ത് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു സ്റ്റേജിലെന്ന് പറയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ വെളുത്തുള്ളി ഈ ഒരു ബട്ടറിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിക്കോട്ടെ. നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ നമുക്കിതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർക്കുന്ന സമയത്ത് അളവ് ശ്രദ്ധിക്കുക, കൂടി പോകണ്ട, കറക്റ്റ് 1 ടേബിൾ സ്പൂൺ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്തൊക്കെ തീ എപ്പോഴും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു പച്ച ടേസ്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നല്ലൊരു ഫ്ലേവർ വരും. ആ ഒരു സമയം വരെ നമുക്കിതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. മൈദയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് 1/2 കപ്പോളം വരുന്ന പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മൈദയുടെ കട്ടകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പാലിലോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മൈദയുടെ കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നൂഡിൽസ് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇടുന്ന സമയത്ത് കൂടി പോകണ്ട, ഈ ഒരു അളവിൽ മാത്രം മതി. കാരണം ഓൾറെഡി മാഗിയുടെ ആ ഒരു മസാലയിലും നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിക്കുന്ന സമയത്തൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിരി ഒരു പിഞ്ച് ഉപ്പ് മാത്രം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു പച്ച ടേസ്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു നൂഡിൽസ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു പച്ചക്കറികൾ, അതായത് നമ്മുടെ സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇതും കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിലോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മുടെ മാഗിയും പാലും വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടി കഴിക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുട്ട സ്പ്രിങ്കിൾ ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എങ്ങനെ ചെയ്താലും, ഇനി ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും പാസ്തയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു സോസാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഫില്ലായിട്ട് നിൽക്കും. അത്ര ടേസ്റ്റുള്ള ഒരു സാധനമാണ്. കാരണം നമ്മൾ ആ ഒരു മൈദ വെച്ചിട്ട് സോസൊക്കെ റെഡിയാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം, അതേപോലെ ഷെയർ ചെയ്യേണ്ട കാര്യം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്യേണ്ട കാര്യം മറന്നു വരുത്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.